നമ്മുടെ ലേറ്റസ്റ്റ് ഐഫോൺ എങ്ങനെ പ്രീ ഓർഡർ ചെയ്യാൻ നോക്കുക. ഇതിന് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് apple.com സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഏതാ രാജ്യം എന്നുള്ളത് അത് സെലക്ട് ചെയ്യണം. ഇതിലിപ്പോൾ തുറന്ന് കാണിക്കുമ്പോൾ ഇതിൻ്റെ HDFC ബാങ്കിൻ്റെ ഓഫറൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 22 സെപ്റ്റംബർ തൊട്ടാണ്. ഇതിപ്പോൾ പ്രോ മോഡൽസിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. എന്തെങ്കിൽ 15 എടുക്കണമെങ്കിൽ സൈഡിൽ 2 ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ iPhone 15 ഉള്ള ഓപ്ഷൻ കാണിക്കും. ഇത് 15 സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരു ഇത് കാണുക. പ്രീ ഓർഡറിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ 15ഉം 15+ന് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ സൈസ് നോക്കിയിട്ട് ഏതാ സ്ക്രീൻ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത് വരുന്നതാണ് കളർ ഓപ്ഷൻസ്. നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എല്ലാ കളറും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യൽ സൈറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇത് എടുത്തിട്ട് പിന്നെ അടുത്തതാണ് നമുക്ക് വേണ്ടത് സ്റ്റോറേജ് ഏതാണെന്നുള്ളത്. അപ്പോൾ മിനിമം ഒരു 256 ഒക്കെ എടുക്കാൻ നോക്കുക. 128 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെ തന്നെയാണ്. അപ്പോൾ സ്ഥലമൊന്നും അധികം ലഭിക്കാൻ വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതാണ് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ളതാണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡ് എടുത്തു കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പറയും. ഇതിപ്പോൾ പിൻകോഡ് കൊടുത്തതിന് ശേഷം അവർ ചോദിക്കും സ്മാർട്ട് ഫോൺ ഐഫോൺ ആണോ അതോ ആൻഡ്രോയിഡ് ആണോ. അപ്പോൾ ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പറും ആൻഡ്രോയിഡ് ആണെങ്കിൽ അതിൻ്റെ IMI നമ്പറുമാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനിട്ട് അടുത്ത തന്നെ ഓപ്ഷനാണ് ആപ്പിൾ കെയർ പ്ലസ്. ഇതിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറൻറ്റി കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ അടുത്തത് കൊടുത്തിട്ട് അടുത്ത് വരുമ്പോൾ ഇപ്പോൾ ആഡ് ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ബാഗിലേക്ക് പോകും. പിന്നെ നിങ്ങൾ പോയിട്ട് അടുത്ത് പിക്കപ്പിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യും, ഫ്രീ ഡെലിവറി ചെയ്യും. അപ്പോൾ ബാഗ് ചെന്നിട്ട് റിവ്യൂ ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ ചെക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വന്നതാണ് ഗസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ ID ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് കൊടുത്താൽ ചെയ്യും. ഗസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സെല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. നോർമലി ഇപ്പോൾ ആപ്പിൾ ഇല്ലാത്തവരാണെങ്കിൽ ഗസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ ചെയ്യും. ഗസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയണം ഇപ്പോൾ ഡെലിവറി ആണോ പിക്കപ്പ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ഡെലിവറി കൊടുത്തു കഴിയുക. അപ്പോൾ ഏകദേശം ഒരു ടൈം ലിമിറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ പിൻകോഡിലുള്ളത്. ഇത് പിൻകോഡ് വേരി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ടൈം ലിമിറ്റ്. കണ്ടിന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഡ്രസ്സ് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിന്നെ ഇമെയിൽ ID വേണം, പിന്നെ ഫോൺ നമ്പർ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ്. ഇപ്പോൾ പേയ്മെൻറ്റിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, UPI ഉണ്ട്, EMI. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബില്ലിംഗ് ഓപ്ഷനിൽ കൺസ്യൂമർ ഇൻവോയ്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻവോയ്സ് കൊടുത്തിട്ട് റിവ്യൂ യുവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത OTP കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ കംപ്ലീറ്റ് ആവും.